ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ മാളു കിണറ്റിൽ കിടന്നിട്ട് കരയുകയാണ്. എന്നെ രക്ഷിക്കമ്മേ, എന്നെ രക്ഷിക്കച്ചാന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. എനിക്ക് പേടിയാകുന്നു, പാമ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരയുന്നുണ്ട്. അതേസമയം ഗംഗയും മഹിയും ആണെങ്കിൽ കാട് മൊത്തം തേടുകയാണ്. മാളു മാളു എന്ന് വിളിച്ച് രണ്ടുപേരും അവിടെയെല്ലാം തേടുന്നു. ഗംഗയാണെങ്കിൽ ഗൗരിയെ മനസ്സിൽ വിളിക്കുന്നുണ്ട്. ഗൗരി ചേച്ചി എത്രയും പെട്ടെന്ന് വാ, നമ്മുടെ മാളു ആപത്തിലാണ്, വന്ന് രക്ഷിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഗൗരി വരാത്തത് കൊണ്ട് ഗംഗയ്ക്ക് സംശയം തോന്നുന്നുണ്ട്. ഗൗരി ചേച്ചിക്കും എന്തെങ്കിലും പറ്റിയതാണോ എന്നൊക്കെ വിചാരിക്കുന്നു. മാള് പേടിച്ചു പോയിട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. പാമ്പുണ്ട്, എനിക്ക് പേടിയാകുന്നു, ഞാനിപ്പം വീഴുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മഹിയും ഗംഗയും വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം നകുലിന്റെ പിന്നാലെ പോലീസുകാർ ഓടിക്കൊണ്ടേയിരിക്കുന്നു. നകുൽ പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു സ്ഥലത്ത് വണ്ടി വെച്ചിട്ടാണെങ്കിൽ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുന്നു. ശേഷം കാണിക്കുന്നത് ഗോകുലിനെയും ഗൗരിയുടെ അമ്മയുമാണ്. ഗൗരിയുടെ അമ്മ പറയുന്നുണ്ട്, എന്നാലും മാളുവിനെ കണ്ടില്ലല്ലോ, എന്തു പറ്റിയതായിരിക്കും, എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ പറയുന്നു. ഗോകുൽ ഇപ്പോൾ പറയുന്നുണ്ട്, അമ്മയുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ. രണ്ടുപേരും മാളുവിനെ ഓർത്തിട്ട് ടെൻഷൻ അടിക്കുകയാണ്. മഹിയും ഗംഗയും മാളുവിനെ തേടി തേടി തളർന്നുറങ്ങുന്നുണ്ട്. പെട്ടെന്ന് രാവിലെ ആകുന്നുണ്ട്. രാവിലെയും രണ്ടുപേരും അന്വേഷിക്കാൻ തുടങ്ങുന്നു. ഗംഗ കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ മാളുവിന്റെ മാല പൊട്ടിക്കിടക്കുന്ന മുത്താണെങ്കിൽ കാണുന്നുണ്ട്. മഹിയെ ഉടനെ തന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മാളുവിന്റെ മാലയുടെ മുത്താണ് ഈ കിടക്കുന്നത്, മാളു അപ്പോൾ ഇവിടെ എവിടെയോ ഉണ്ടെന്നൊക്കെ പറയുന്നു. മഹിയും അപ്പോൾ പറയുന്നുണ്ട്, ഉറപ്പായിട്ട് ഇവിടെ എവിടെയോ ഉണ്ടെന്ന്. രണ്ടുപേരും വീണ്ടും അന്വേഷിക്കാൻ തുടങ്ങുന്നു. പെട്ടെന്ന് ഗംഗയാണെങ്കിൽ മാളുവിന്റെ ഒരു ഷൂവും കാണുന്നുണ്ട്. ആ പൊട്ട കിണറിന്റെ തൊട്ടടുത്തായിട്ടാണ് ആ ഷൂ കാണുന്നത്. മുന്നോട്ട് പോയി നോക്കിക്കൊണ്ടിരിക്കുന്ന മഹിയെ ഗംഗ വിളിക്കുന്നുണ്ട്, മഹിയേട്ടാ മാളുവിന്റെ ഷൂ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട്. മഹിയാണെങ്കിൽ ഒരുപാട് വെപ്രാളത്തോടെ ഓടി വരികയാണ്. രണ്ടുപേരും ആ പൊട്ടക്കിണറ്റിലേക്ക് നോക്കിയിട്ട് മാളുവിനെ വിളിക്കുന്നുണ്ട്. മാളുവും അപ്പോൾ ഗംഗയെ മഹി എന്നെ രക്ഷിക്കുന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. മഹിക്കും ഗംഗയ്ക്കും മനസ്സിലാകുന്നുണ്ട് മാളു ആ പൊട്ടക്കിണറ്റിലുണ്ടെന്ന്. ഗംഗയാണെങ്കിൽ ഒരുപാട് കരയുകയാണ്, എനിക്ക് എന്റെ മാളുവിനെ രക്ഷിക്കണം, ഞാൻ ഇപ്പൊ തന്നെ ഇതിനകത്തേക്ക് ചാടാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു. മഹി എപ്പോൾ തടയുന്നുണ്ട്, നീ മണ്ടത്തരമൊന്നും കാണിക്കരുത്, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ വലിയ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു. പോലീസിനെയും ഫയർഫോഴ്സിനെയും ഒക്കെ വിളിച്ചിട്ട് മാളുവിനെ എടുക്കാൻ പറ്റത്തുള്ളൂ, ഞാൻ ഇപ്പൊ തന്നെ ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് മഹി പോകുന്നു. ഗംഗയാണെങ്കിൽ മാളുവിനോട് പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെയുണ്ട്, മോള് പേടിക്കണ്ട എന്നൊക്കെ പറയുന്നു. മാളു ഇപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് പേടിയാകുന്നു, താഴെ പാമ്പുണ്ടെന്നൊക്കെ. മഹി ഉടനെ തന്നെ ദേവയാനിയമ്മയും വിളിച്ചു പറയുന്നുണ്ട്, മാളുവിനെ ആണെങ്കിൽ ഒരു പൊട്ടക്കിണറ്റിൽ കണ്ടിട്ടുണ്ടെന്ന്, ഉടനെ പോലീസുകാരൊക്കെ വന്നിട്ട് രക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. ദേവയാനിയമ്മ ഇപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങളും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരാമെന്നൊക്കെ. മഹി ഫോൺ വെച്ചതിന് ശേഷം ഗംഗയുടെ അടുത്തേക്ക് ചെല്ലുന്നു. രണ്ടുപേരും വീണ്ടും മാളുവിനെ സമാധാനപ്പെടുത്തുകയാണ്, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. മാളു ആണെങ്കിൽ പേടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്